ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദ്ര, നീ? വിനയ, ഇത് എന്റെ അഡ്വക്കേറ്റാ. ഞങ്ങള് സംസാരിക്കാൻ വന്നതാ. ഓ, നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാര്യം അല്ലേ? സർ, ഇത് വിനയൻ, എന്റെ വൈഫിന്റെ സഹോദരിയുടെ ഹസ്ബൻഡ്. ഇന്ദ്ര, നീ ഒന്ന് വന്നേ, എന്റെ കൂടെ 5 മിനിറ്റ് ഇരിക്കും. അയ്യോ വേണ്ട വിനയ, ഞാൻ കുറച്ച് ടെൻഷനില്ല. നീ വാന്നേ, ഞാനും നിന്നെ പോലെ കുറച്ച് ടെൻഷനില്ല. നീ ഒന്ന് വാ. ശരി ശരി, നിങ്ങൾ ഇരിക്കും, ഞാൻ ഇറങ്ങാം. ഓക്കെ സർ. നീ വാ. നീ ഇരിക്കെ, ഞാൻ ഓർഡർ കൊടുക്കട്ടെ. വിനയ, എനിക്ക് വേണ്ട. നീ ഇരിക്കടാ. 360 JD. ഓക്കെ സർ. വിനയ, നിനക്കെന്താ പ്രശ്നം? ചീരു നിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? അതൊന്നും പറയണ്ട. വന്ന ദിവസം തന്നെ അവളൊന്ന് വീണു. ഇപ്പോഴേ സിറ്റി ഹോസ്പിറ്റലിലാണ്. അഡ്മിറ്റ് ആണോ? അല്ല, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ വന്ന് ഇരിക്കും. എന്താ ഒരെണ്ണം ഒഴിക്കട്ടെ? എനിക്ക് വേണ്ട. വിനയം കഴിച്ചോ, ഞാനങ്ങനെ കമ്പനിക്ക് ഇരുന്നോളാം. വീഴ്ചയില് ചീരുവിനും വയറ്റിൽ വളർന്ന കുഞ്ഞിനും കാര്യമായ പ്രശ്നമുണ്ടെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഡെലിവറി സമയത്ത് ചീരുവിന്റെ ജീവൻ വരെ അപകടത്തിലാണെന്ന് പറഞ്ഞു. അത് വലിയ റിസ്ക് ആണല്ലോ വിനയ. എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചോ? ഇല്ല ഇന്ദ്ര, ഞാൻ എത്ര പറഞ്ഞിട്ടും അവരാരും അത് അംഗീകരിക്കുന്നില്ല. സ്വന്തം ജീവൻ പോയാലും കുഞ്ഞ് ജനിക്കണമെന്നുള്ള വാശിയില ചെയ്യും. അവളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അച്ഛനടക്കം എല്ലാവരും സപ്പോർട്ടോ. ഇപ്പൊ ഡോക്ടറും പറയുന്നത് വലിയ അപകടമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ്. എങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിനയ. ചീരുവിൻ്റെയും കുഞ്ഞിൻ്റെയും അപകടാവസ്ഥ മാറിയതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. എന്നാലും ആ കൊച്ചിനെ വേണ്ടായിരുന്നു. അതും പെൺകുഞ്ഞാ. ഒരാൺകുഞ്ഞ് ജനിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന എനിക്കെന്തിനാ ഇത്ര 3 പെൺകുട്ടികൾ? ഇത് വേണ്ടെന്ന് വെച്ചാൽ അടുത്തതെങ്കിലും ഒരാൺകുഞ്ഞ് ജനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ചീരുവിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയും വേണ്ട. നിന്റെ അഭിപ്രായം എന്താ ഇത്ര? ഇതിലിപ്പോ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? അനുപമ 2ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ അത് പെൺകുഞ്ഞായിരിക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ ദൈവം അതിനുള്ള ഭാഗ്യം തന്നില്ല. അനുപമയുടെ യൂട്രസ് അതോടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ സമയം മുതൽ തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്ര, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. കാരണം രണ്ടാണെന്ന് മാത്രം. നീ ഒരെണ്ണടി. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരെണ്ണം അടിക്കുന്നത് നല്ലതാ. കഴിക്കേന്ദ്ര, നിന്റെ ഈ വിഷമത്തിന് കാരണക്കാരൻ നീ കൂടിയാണെന്ന് ഒരു തെളിവ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. തെളിവോ? എന്ത് തെളിവ്? ആദ്യം നീ അത് കഴിക്ക്.
എനിക്ക് മതി വിനയ. നീ പറഞ്ഞ തെളിവ് കാണിക്കേ. കാണിക്കാൻത്ര നിന്റെ പ്രശ്നത്തിന് നീ തന്നെയാണ് കാരണക്കാരനെന്ന് ഞാൻ പറഞ്ഞത് ഏത് വിഷയത്തിലാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ഏത് വിഷയത്തില്? അനുപമ നിന്റെ അമ്മയെ അടിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയത്തില്. അതിന്റെ ദൃക്സാക്ഷിയാണ് ഈ വിനയൻ. നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ നീയും അനുപമയ്ക്ക് അനുകൂലമായിട്ടല്ലേ വിനയ പറയൂ. അതിപ്പോ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഞാൻ പറയുന്നത് നീ വിശ്വസിക്കേണ്ട എത്ര. ആ സീൻ ആരും അറിയാതെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടാലെങ്കിലും നിനക്ക് സത്യം മനസ്സിലാവുമല്ലോ. എന്നാ നീ അത് കാണിച്ചേ. കാണിക്കാം. നീ ഇതുകൂടി കഴിക്ക. മനസ്സിന് എന്തും നേരിടാനുള്ളൊരു ബലം വരട്ടെ. നമുക്കേ ഒരു കാര്യം ചെയ്യാം. നിനക്ക് ചേർന്നയാളെ നീ എടുത്തു, എനിക്ക് ചേർന്നയാളെ ഞാനും എടുക്കാം. എന്ന് വെച്ചാലേ നമ്മുടെ ഭർത്താക്കന്മാരെ പരസ്പരം വെച്ച് മാറിയാലോ എന്ന്. ഇന്ദ്രനെ എനിക്ക് വേണം. എടീ. അയ്യോ, ആന്റി. അയ്യോ, എന്റെ തലേ. ഇപ്പൊ എന്തു പറയുന്നു? അനുപമ ഹർഷയെ തല്ലുമ്പോൾ അതിനിടയിൽ തലയിട്ട് നിന്റെ അമ്മ രണ്ടാമത്തെ അടി അനുപമയുടെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങുകയായിരുന്നില്ല എന്താ? നിന്റെ അമ്മയുടെ വാക്ക് കേട്ട് നീ അനുപമയെ തെറ്റുകാരിയാക്കാൻ പാടില്ലായിരുന്നു. അതിന്റെ ശിക്ഷയാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? നിന്റെ ഈ അവസ്ഥയ്ക്ക് നീ തന്നെയല്ലേ കാരണക്കാരൻ? ഞാൻ മാത്രമല്ല, എൻ്റെ ഈ അവസ്ഥയ്ക്ക് എൻ്റെ അമ്മ കൂടിയ കാരണം. ഒരു ബാഗ് എടുക്കുക, ഒരു ബാഗ് കൂടെ. ഒന്നുകൂടെ